നമസ്കാരം. ലോകവ്യാപകമായി തന്നെ ഇപ്പോൾ വലിയൊരു മൂവ്മെൻ്റായി മാറിയിരിക്കുകയാണ് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ എക്സ് മുസ്ലിം മൂവ്മെൻറ്റ്. കേരളത്തിലും അതിൻ്റെ അലയൊലികൾ എത്ര ശക്തമാണെന്നറിയാൻ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി. ഒരു കാലത്ത് അധികമാരും ഇസ്ലാമിക മതവിമർശനം നടത്താത്തിടത്ത് ഇപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് കാലഹരണപ്പെട്ട മത നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ എസ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അവർ മതം വിട്ടുവെന്ന് പറഞ്ഞാലും സിവിൽ നിയമങ്ങൾ ശരിയത്ത് തന്നെയാണെന്നതാണ്. ഇതിനെതിരെ നിയമ പോരാട്ടത്തിന് നീങ്ങുകയാണ് ആലപ്പുഴ സ്വദേശിനിയായ PM സഫിയ എന്ന എക്സ് മുസ്ലിം യുവതി. അവിശ്വാസിയായതിനാൽ തൻ്റെ ജീവിതത്തിൽ ശരിയത്ത് നിയമം ബാധകമാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സഫിയ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി നേരത്തെ ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാറും KV വിശ്വനാഥനും അടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സത്യവാങ്മൂലം നൽകാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഹർജി താൽപര്യജനകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതായി കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. മുസ്ലിമായാണ് ജനിച്ചതെന്നും എന്നാൽ താൻ ശരീഅത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും ഇതൊരു പിന്തിരിപ്പൻ നിയമമാണെന്ന് കരുതുന്നുവെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടിയതായി തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. സോളിസിറ്റർ ജനറലിന്റെ കമന്റ് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ സഫിയ കേസ് ചർച്ചയാവുകയാണ്. രണ്ടാം ഷാബാനു കേസ് എന്നാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. 2024 മെയ് 3 അന്നത്തെ ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡ് മുമ്പാകെയാണ് സഫിയ ഹർജി സമർപ്പിച്ചത്. ഞാൻ ഇസ്ലാം വിട്ടു, കാരണം ഈ മതത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും സ്ത്രീകൾക്കെതിരെയാണ്. ഇസ്ലാം വിട്ടിട്ടും എൻ്റെ മകൾക്ക് സ്വത്ത് കൈമാറാൻ സാധിക്കുന്നില്ല. ഇസ്ലാം മതം ഇപ്പോഴും എനിക്ക് മാർഗ്ഗതടസ്സമായി നിൽക്കുന്നുവെന്ന് അവർ പറഞ്ഞു. മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഒരു സ്ത്രീക്ക് സ്വത്തിലെ 1/3 മാത്രമേ അവകാശപ്പെടാനാകൂ. ഏക മകളാണെങ്കിൽ മാത്രം അവൾക്ക് 50% വരെ സ്വത്ത് കിട്ടും. സുപ്രീം കോടതിയെ സമീപിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ നിരവധി പേർക്ക് വേണ്ടിയാണ്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അടുത്ത തലമുറയ്ക്കായി ചില മതേതര നിയമങ്ങൾ നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് സഫിയ ഹർജിയിൽ വ്യക്തമാക്കി. സ്ത്രീവിരുദ്ധമായതിനാൽ ശരീഅത്ത് നിയമം അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ സഫിയ അവിശ്വാസിയായി പ്രഖ്യാപിക്കണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ടു. അവിശ്വാസിയായി കോടതി പ്രഖ്യാപിച്ചാൽ മാത്രമേ 1925 മതേതര ഇന്ത്യൻ പിന്തുടർച്ചാവകാശ പ്രകാരം സഫിയയുടെ മകൾക്ക് മുഴുവൻ സ്വത്തും കൈമാറാൻ സാധിക്കൂ എന്നും അവർ ചൂണ്ടിക്കാട്ടി. ഔദ്യോഗികമായി മതം ഉപേക്ഷിച്ചതിന് ശേഷവും ശരീഅത്ത് നിയമം ബാധകമാണെങ്കിൽ അത് നീതിയുടെ പരാജയമായിരിക്കുമെന്നും സഫിയ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. അതിനാൽ ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം രാജ്യത്തെ മതേതര നിയമം യുവതിക്ക് ബാധകമാക്കണമെന്ന് അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭൻ കോടതിയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഇതേ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്രത്തിനും കേരളത്തിനും നോട്ടീസ് നൽകിയിരുന്നു. ഈ കേസിൽ വിധി എന്തായാലും അത് ചരിത്ര പ്രാധാന്യമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ കേസിന്റെ വിവിധ വശങ്ങൾ മാധ്യമങ്ങളും ഉറ്റുനോക്കുകയാണ്.